നമസ്തേ. പഴയ വീട്ടിലാണെങ്കിലും പുതിയ വീട്ടിലാണെങ്കിലും ക്ഷണിക്കാതെ എത്തുന്ന ഒരു അതിഥിയാണ് ഗൗളി അഥവാ പല്ലി. ചിലർക്കതിനെ ഇഷ്ടമല്ല, ചിലർക്കതിനോട് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല, ചിലർക്കതിനെ ഇഷ്ടമാണ്. ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിലാണ് ഞാൻ. കാരണം ഞാൻ അവയെ പ്രകൃതിയുടെ ഭാഗമായിട്ടും സഹജീവികളായിട്ടും പ്രാപഞ്ചിക സന്ദേശവാഹകരായിട്ടുമാണ് കാണുന്നത്. വിവിധ സംസ്കാരങ്ങളിൽ ഗൗളികളെക്കുറിച്ച് അല്ലെങ്കിൽ പല്ലികളെക്കുറിച്ച്, ലിസാർഡ്സിനെ കുറിച്ചുള്ള വിശ്വാസം പല രീതിയിലാണ്. ലോകത്തിന്റെ ഏത് സംസ്കാരത്തിൽ നോക്കിയാലും പല്ലി അഥവാ ഗൗളി അല്ലെങ്കിൽ ലിസാർഡ് ആത്മീയതയിൽ ഒരു പ്രധാന റോള് വഹിക്കുന്നതായിട്ട് കാണാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ടെമ്പിൾ ആണ് തമിഴ്നാട്ടിലെ വെല്ലൂരിലെ വെല്ലൂർ കോട്ടയുടെ ഉള്ളിലുള്ള ജലകണ്ഠേശ്വർ ടെമ്പിൾ എന്ന് പറയുന്നത്. അവിടെ വിവാഹം നടക്കാത്ത ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം വിവാഹം ശരിയായി കഴിയുമ്പോൾ അവർ അവിടെ വന്ന് വെള്ളി കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു ഗൗളിയുടെ രൂപം അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിലുള്ള ആചാരങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇതുപോലെ ഭാരതത്തിലേക്ക് നോക്കുന്ന സമയത്ത് സനാതന സംസ്കാരങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഗൗളിക്ക് വളരെ ഒരു പ്രാധാന്യമുള്ളതായിട്ട് കാണാം. ഗൗളി ഭാഗ്യവും അഭിവൃദ്ധിയും കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. മാത്രമല്ല, ഒരു വീട്ടിലാണ് പല്ലിയെ കാണുന്നതെങ്കിൽ ഭാഗ്യം മാത്രമല്ല, കുടുംബത്തിന് സന്തോഷവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നൽകുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപുള്ള ഒരു ട്രഡീഷനാണ് നമ്മൾ വെല്ലൂരിലെ ജലകണ്ഠേശ്വർ ടെമ്പിളിൽ കണ്ടതെങ്കിൽ നമ്മൾ മറ്റു സംസ്കാരങ്ങളിലേക്കും കൂടെ നമുക്കൊന്ന് നോക്കാം. ചില ആഫ്രിക്കൻ സംസ്കാരങ്ങളിൽ പല്ലികൾക്ക് ദുരാത്മാക്കളിൽ നിന്ന് രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അവയെ അകറ്റി നിർത്താനുള്ള സിദ്ധിയുണ്ട് എന്ന് കരുതി പോരുന്നു. അവ ചടുലതയുടെയും അതുപോലെ തന്നെ പൊരുത്തപ്പെടലിന്റെയും പ്രതീകമായിട്ടും പ്രാചീന ആഫ്രിക്കയിലെ ചില ഗോത്രങ്ങൾ കണ്ടുപോരുന്നു. അതുപോലെ തന്നെ നേറ്റീവ് അമേരിക്കൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഗോത്രങ്ങൾ വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗൗളികൾ ഹീലേഴ്സ് ആണ്, അവയ്ക്ക് ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളതാണ്. രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ സന്തുലിതാവസ്ഥയും ഐക്യവും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആത്മീയ ലോകത്തിന്റെ സന്ദേശവാഹകരായിട്ടാണ് ഹോപ്പി ഗോത്രക്കാർ ഗൗളികളെ കരുതുന്നത്. ആഫ്രിക്കക്കാരെ പോലെ തന്നെ ഓസ്ട്രേലിയൻ അബോറിജിനൽ സംസ്കാരങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല്ലികൾ അല്ലെങ്കിൽ ഗൗളികൾ ഹീലേഴ്സ് ആണ്. അതുപോലെ തന്നെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യത്തിൽ പല്ലികളെ ഉപയോഗിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അബോറിജിനൽ ഓസ്ട്രേലിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഡ്രീം ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന് അപ്പുറത്തുള്ള ഒരു സ്വപ്ന സമയം എന്ന് പറയുന്ന ഒരു ആത്മീയ മണ്ഡലം. ഈ ആത്മീയ മണ്ഡലവുമായിട്ട് ലിസാർഡ്സിന് ബന്ധമുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സോ വേറെവർ ഇറ്റ് ഈസ്, ലോകത്തിലെ ഏത് കൾച്ചറുകൾ എടുത്തു നോക്കിയാലും, ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൗളി ശാസ്ത്രം എന്ന് പറയുന്നത്. ഗൗളി ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പല്ലികളുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനുണ്ടാകുന്ന എൻകൗണ്ടേഴ്സിന്റെ നൂലാമാലകളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പല്ലി നമ്മളുടെ മുന്നിലേക്ക് വന്ന് നിലത്ത് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഗൗളി നമ്മുടെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണെങ്കിൽ പുരുഷനെയും സ്ത്രീയെയും സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ശുഭകരവും അശുഭകരവുമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നൂലാമാലകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പല്ലി ദേഹത്ത് വീഴുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവായിട്ടുള്ളത് സംഭവിക്കുമെന്ന് ഒരുവൻ ശക്തമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ, പല്ലി ദേഹത്ത് വീഴുന്നത് നെഗറ്റീവാണെന്നല്ല പറയുന്നത്. ചില ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വീഴുന്നത് പോസിറ്റീവായിട്ടുള്ളതും ചില ഭാഗങ്ങളിൽ വീഴുന്നത് നെഗറ്റീവായിട്ടുള്ളതും അങ്ങനെയാണ് ഗൗളിശാസ്ത്രത്തിൽ പറയുന്നത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ, അത് മനുഷ്യൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്കിങ്ങനെ പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. എന്നാൽ അതേ സമയത്ത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഗൗളിയുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം നെഗറ്റിവിറ്റിയിലേക്ക് ഫർദർ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു വിശ്വാസങ്ങളിലും അന്ധമായി വിശ്വസിക്കുന്നതിന് പകരം ഇതൊക്കെ യൂണിവേഴ്സിന്റെ പല സയൻസ് ആയിട്ട് കണക്കിലെടുത്തതിന് ശേഷം നിങ്ങളുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനെ ശ്രവിക്കുക എന്നുള്ളതാണ്. ആഗോളതലത്തിൽ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിവാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗൗളി അല്ലെങ്കിൽ പല്ലി അല്ലെങ്കിൽ ലിസാർഡ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ റലത്തിൽ നിന്ന്, ആത്മീയ മണ്ഡലത്തിൽ നിന്നുള്ള പ്രപഞ്ചത്തിന്റെ മെസ്സഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ അവർ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള വാർണിംഗ് സൈൻസും ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. ഇതിന് വേറൊരു ശാസ്ത്രജ്ഞന്റെ പുറകെ പോകുന്നതിനേക്കാളും നല്ലത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്നർ വിസ്ഡത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ ഗൗളിയുമായിട്ടെന്നല്ല, ഏതൊരു ജീവിയോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള അടയാളങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെങ്കിലും അവയെ വ്യാഖ്യാനിക്കാൻ നിങ്ങളുടെ അന്തർജ്ഞാനത്തിന് സാധിക്കും
എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളോട് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നോ അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക എന്നോ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ആത്യന്തികമായിട്ട് എല്ലാ അടയാളങ്ങളും നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം നമ്മുടെ ബോധമണ്ഡലത്തിനെ വികസിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നു. എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ കാണിക്കുന്ന ഓരോ അടയാളങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചോ കുടുംബങ്ങളെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, നമ്മുടെ ബോധം അല്ലെങ്കിൽ ബോധമണ്ഡലം അഥവാ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് ആ തലങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുകയാണ്. സോ ഇതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അന്ധവിശ്വാസത്തിനെ മറികടക്കുവാനും, അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, പ്രപഞ്ചം ഇവയിലൂടെയൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ കൊണ്ടു തരികയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു അത്ഭുത ലോകത്തു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനും, നമുക്ക് പ്രപഞ്ചത്തിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും റിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ, യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.